മഴവിൽ എൻ്റർടൈൻമെൻറ്റ്സ് അവാർഡിൽ ദൃശ്യം 4 ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വെറുതെ കണ്ടന്റ് ഇല്ലാതെ ബിസിനസ്സിന് വേണ്ടി ഈ ഒരു സിനിമയുടെ തുടർഭാഗങ്ങൾ കൊണ്ടുപോകരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 2 സിനിമകളാണ് ദൃശ്യം 1ഉം 2ഉം. ദൃശ്യം 3 ആണെങ്കിൽ റൈറ്റിങ്ങിൽ വളരെ വീക്കായിട്ടുള്ളൊരു സിനിമയാണ്. എന്തായാലും ദൃശ്യം 4 വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യും. ഖലീഫ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസത്തിനേക്കാളും 2ാം ദിവസം സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷന് വലിയൊരു ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യ ദിവസം സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 13,17,00,000 ലഭിച്ചതെങ്കിൽ 2ാം ദിവസം ഇത് 7,10,00,000 എത്തി. അങ്ങനെ 2 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20,27,00,000. 3 ദിവസം കൊണ്ട് എന്തായാലും ഖലീഫ സിനിമ 25 കോടിയോളം രൂപ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സിനിമ ഒരു ഹ്യൂജ് ഡ്രോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഫസ്റ്റ് മൺഡേ ഖലീഫ സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ കിട്ടുമെന്ന് കാത്തിരുന്ന് തന്നെ അറിയാം.